ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുള്ള ഈ ആപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു സ്കാമാണോ ഫേക്കാണോ, ഇത് സ്കാമാണോ ഫേക്കാണോ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് കാര്യം പറയാം. കൊമേഴ്സ് പഠിച്ചവർക്കറിയാം, ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടുന്നത് അതിൻ്റെ സപ്ലൈ കുറയുമ്പോഴാണ്. അപ്പോൾ എന്തോരം പ്രൊഡക്ട്സ് കുറവുണ്ടോ അത്രയും അതിന് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീട്ടിൽ കുഴിച്ചാൽ സ്വർണം കിട്ടും, അപ്പുറത്തെ വീട്ടിൽ കുഴിച്ചാൽ സ്വർണം കിട്ടും, അങ്ങനെ കിട്ടി. ഗോൾഡിന് എന്താ ഡിമാൻഡുള്ളത്? ഈ ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ക്ലിക്ക് ചെയ്ത് പോയിന്റ് മേടിച്ച് ബിറ്റ് കോയിൻ മൈനിങ് ആണ്. ആക്ച്വലി മൈനിങ് എന്താണെന്ന് അറിയാത്തവരാണ് ഈ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഒരു ഇന്ത്യൻ കറൻസി US കറൻസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഞാൻ ബി എന്ന് പറയുന്ന ലെറ്റിലേക്ക് ഒരു എമൗണ്ട് അയക്കുമ്പോൾ എൻ്റെ നിന്ന് മൈനസായി അയാളുടെ കയ്യിൽ അത് ആഡ് ആവുകയാണ്. സോ അതിൻ്റെ മിഡിൽ നിൽക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ലെറ്റ്സ് ഗൂഗിൾ പേ എടുത്ത് ചെറിയ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ, ഗൂഗിൾ പേയിൽ എൻ്റെ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അയക്കുമ്പോൾ അതിൻ്റെ മിഡിൽ നിൽക്കുന്നത് UPI സിസ്റ്റം അല്ലെങ്കിൽ RBI, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ RBI ആണ്. സോ അത് കൺട്രോൾ ചെയ്യണതും എൻ്റെ കയ്യിൽ കുറയ്ക്കണതും അവരുടെ കയ്യിൽ കൂട്ടണതും എല്ലാം ഗവൺമെൻറ്റാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. എൻ്റെ ബിറ്റ് കോയിൻ എൻ്റെ ഫ്രണ്ടിന് ബിറ്റ് കോയിൻ അയക്കുമ്പോൾ ആ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ ഇടയ്ക്ക് അത് മാനേജ് ചെയ്യാനോ അത് ഹാൻഡിൽ ചെയ്യാനോ RBI പോലെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അവിടെ ഇല്ല. അതവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ അയക്കുന്നതും ഓരോ ക്യൂ ആയിട്ട് നിൽക്കായിരിക്കും. ഓരോ ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കാനായിട്ട് ഓരോ ക്യൂ ആയിട്ട് നിൽക്കായിരിക്കും. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ആഷ് അൽഗോരിതം ഉണ്ട്. ആഷ് SSJ2 എന്നാണ് പറയുന്നത്. ഇതൊരു മാത്ത് പ്രോബ്ലം, ഒരു കോംപ്ലക്സ് മാത്ത് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ആ ഒരു ഹാഷ് അൽഗോരിതം. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിനിലേക്ക് ഓരോന്നും ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നത് വെരിഫൈ ചെയ്യാൻ ഒരാളായിട്ടാണ് മൈനിങ് ചെയ്യുന്നത്. മൈനിങ് ചെയ്യുന്നവരൊരു വലിയ ജസ്റ്റ് ഗൂഗിൾ മൈനിങ് സിസ്റ്റം എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. വലിയ വലിയ ഗ്രാഫിക്സ് കാർഡും എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് അവർ ആ മെഷീൻ ഉണ്ടാക്കി അത് വെരിഫൈ ചെയ്യണത്. അപ്പോൾ ഓരോ ക്യൂ എന്നവരെയും വെരിഫൈ ചെയ്യും. എന്നിട്ട് അതർ മൈനേഴ്സ്, ഒരാൾ വെരിഫൈ ചെയ്താൽ പോരാ, മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതൊരു ചെയിനായി മാറും. അങ്ങനെ ബ്ലോക്കായിട്ട് ചെയിനായി മാറുമ്പോഴാണ് അതിൻ്റെ കണക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും ചെയ്തിട്ട് വേണം ഒരു ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ നടക്കാനായിട്ട്. കാരണം അത്രയും സെക്യൂർഡാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുക? അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും അവരുടെ പ്രൊഡക്റ്റ്. പ്ലീസ് ഇത് സ്റ്റോപ്പ് ചെയ്ത്, ഇത് വെറുതെ ബുൾഷീറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കില്ല് വെച്ച് വർക്ക്. ബാക്കിയുള്ള രാജ്യങ്ങൾ ടെലിഗ്രാം ഒരു മെസ്സേജിങ് ആപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യക്കാരത് നെറ്റ്ഫ്ലിക്സ് ആയിട്ടും തിയേറ്ററായിട്ടും പിന്നെ എന്താ പറയുക, എല്ലാ ഫയൽസും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡ് മൈനറായിട്ടാണ് യൂസ് ചെയ്യുന്നത്.